ഫ്ലവേഴ്സ് കോമഡി ഐറ്റം വേറെ അടുത്ത ഐറ്റം എടുക്കട്ടെ. അപ്പൊ വേദിയിൽ എത്തുന്നു നമ്മുടെ സ്വന്തം അഭിലാഷ് ചേട്ടൻ, വിഷു ചേട്ടൻ ആൻഡ് രാജ്മോഹൻ ചേട്ടൻ. വേറെ ഈ വീടിന്റെ കിടപ്പ് കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഇന്നലത്തെ കാറ്റത്തും മഴയത്തും വീണാണെന്ന്. അല്ല, എന്റെ പൊന്നു ചേച്ചി, അല്ല എന്റെ പൊന്നു അസീസണ്ണ, അതല്ലെണ്ണ സത്യം. ഇന്നലെ രാത്രി ചെറുതായിട്ടൊരു മഴ പെയ്ത്, അന്നേരം ഓടിന്റെ ഇടയ്ക്കൂടെ ഒരു തുള്ളി വെള്ളം എന്റെ കുഞ്ഞിന്റെ മുഖത്ത് വന്നൊന്ന് വീണ്. ഒരു കീറ ഓല വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. അന്നേരം എൻ്റെ അണ്ണൻ എൻ്റെ ഇടയ്ക്ക് പറഞ്ഞ്, എടി നീ രാവിലെ ആരെങ്കിലും വിളിച്ച് ആ ഓടൊന്ന് മാറാൻ പറഞ്ഞു. അതിനുവേണ്ടി ഞാൻ വിളിച്ചു വരുത്തിയ എൻ്റെ ആങ്ങളെ വന്നിട്ട് ഓട് മാറേണ്ടതിന് പകരം വീട് പൊളിച്ചിട്ടേക്ക് നീ നിന്നോട് ആര് പറഞ്ഞ കഴിക്കോലെ പിടിച്ച് വലിക്കാൻ? ഞാനിപ്പോ പറഞ്ഞു ഇത് ഉത്തരം മുട്ടി നിൽക്കുന്ന വീടാണ്. എടാ, അങ്ങാരി ഇങ്ങോട്ട് വരുമ്പോണ്ടല്ലോ ഞാൻ എന്തോ ഉത്തരം പറയൂടാ. ചേച്ചി എന്തിനാ ഉത്തരം പറയാൻ നിൽക്കുന്നേ? ഇവിടെ ഈ വീടിന്റെ 5-6 ഉത്തരം കിടക്കൂല്ലോ. ഏതായാലും എടാ, അതാണാ ഞാൻ പറഞ്ഞേ. ഞാൻ എന്തോ സമാധാനം പറയുന്ന നിന്നോട്. ചേച്ചി സമാധാനം പറയേണ്ട കാര്യമില്ലെന്ന്. അളിയൻ വന്നിത് കാണുമ്പോ തന്നെ അളിയന്റെ സമാധാനം പോകും. ഞാൻ പൊക്കോട്ടെ. നീ ഇവിടെ നിന്നാ. ചേച്ചി ഒരു കാര്യം ചേച്ചി അളിയനെ വിളിച്ചു പറ, നമ്മുടെ ഓച്ചിറയിലെ നമ്മുടെ വല്യമ്മ മരിച്ചുപോയി, അളിയൻ അങ്ങോട്ട് പൊക്കോ, ചേച്ചി അങ്ങോട്ട് വന്നേക്കാന്ന് പറ. എന്നിട്ട് പിന്നെ പ്രത്യേകിച്ച് പറയണം, പൊലകുളി അടിയും തുറന്ന് 41 എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പോഴത്തേക്കും ഞാൻ നീ ആരെയും വിളിച്ച് ഈ വീട് ഞാൻ ശരിയാക്കി ചിടാൻ. ചേച്ചി ഈ മുടിഞ്ഞ കാലം പറയുന്നത് കേട്ടോ. ഓച്ചിറയിലെ മരിക്കാത്ത ഞങ്ങളുടെ അമ്മായിമ്മ മരിച്ചുപോയെന്നാ പറയുന്നത്. അങ്ങനെ പറയാൻ പറ്റത്തില്ല. എന്നാ പിന്നെ ഒരു കാര്യം കുറച്ച് താമസിച്ച് വരാൻ പറയാൻ പറ്റുമോ? താമസിച്ച് വരാമെന്ന് പറഞ്ഞാൽ കുറച്ചേരം ഞാൻ അണ്ണോട് പറയാം, ഇച്ചിരി താമസിച്ച് വരാൻ പറയാം. എത്ര സമയം എടുക്കും? സമയമോ? സമയമല്ല, പിന്നെ ഒരു 4 മാസമെങ്കിലും കഴിയാതെ വരാൻ പറ്റത്തില്ലെന്ന് പറ. 4 മാസമോ? എന്തുവാടാ ഈ പറഞ്ഞേ? എന്റെ പച്ചക്കറി മേടിക്കാൻ പോയി അങ്ങനോട് ഞാൻ 4 മാസം കഴിഞ്ഞ് വരാൻ പറഞ്ഞു. ചേച്ചി അങ്ങനെ പിന്നെ അളിയനെ വിശ്വസിക്കുന്ന ഒരു കള്ളം അടിച്ചങ്ങ് വിടാം. കുഴപ്പമില്ലായിരിക്കും. എന്റെ കൂടെ കട്ടക്ക് ചേച്ചി നിന്നാ മതി. എന്റെ അനിയനായി പോയില്ലയോ, സപ്പോർട്ട് ചെയ്തല്ലേ പറ്റത്തുള്ളൂ. എന്തായാലും പറഞ്ഞു. ചേച്ചി ഒരു കാര്യം ചേച്ചി ആ ഓടിന്റെ പുറത്ത് കയറിയത് ഞാൻ താഴെ നിൽക്കുവായിരുന്നു പറഞ്ഞാൽ മതി. എടാ, ഞാൻ എങ്ങനെയാണ് ഓടിന്റെ പുറത്ത്? നീ അല്ലേ ഓട് മാറുന്നത്? മാറുന്ന ഞാനാ. ചേച്ചി എനിക്ക് ചായം കൊണ്ട് ഓടിന്റെ പുറത്തോട്ട് കയറി വന്നെന്ന് പറഞ്ഞാൽ മതി. 56 വർഷം പഴക്കമുള്ള വീടാണ് ഇത്. 56 വർഷം പഴക്കമുള്ള. അപ്പൊ ചേച്ചിയുടെ പ്രായമായി വീട് 46. എന്തോ 46? എന്റെ വയസ്സ് ഞാൻ എപ്പോഴും കുറച്ചേ പറയും. അത്രയും പ്രായമുള്ള വീടില്ലേ? ചുമ്മാ നല്ല ഇത് ഇടിച്ചു പിടിഞ്ഞു വീട്. ഏതെങ്കിലും ഒരു എലി ആ ഉത്തരത്തെ കൂടെ ഫാമിലി ആയിട്ട് പോയായിരുന്നു അന്ന് ഇടിച്ചു പിടിച്ചതാണ് വീട്. ഇതിപ്പോ എന്റെ ഞാനൊരു നിമിത്തമായെന്ന് വിചാരിച്ചാൽ മതി. അങ്ങാരുടെ അച്ഛന്റെ ഓർമ്മകളെ നിൽക്കുന്ന വീടായത്. എടാ, അങ്ങാരെന്നും രാവിലെ കുളിച്ചൊരുങ്ങി വന്ന് അച്ഛന്റെ ഫോട്ടോയുടെ മുന്നിൽ തിരിയും കത്തിച്ചു വെച്ച് പ്രാർത്ഥിച്ചിട്ടേ വെളിയിൽ പോകാറുള്ളൂ. അറിയാമോ നിനക്ക്? ഈ പറച്ചിൽ കേട്ട് കഴിഞ്ഞാൽ തോന്നുന്നു അച്ഛൻ മരിച്ചുപോയൊന്നുമല്ല. ഇവിടുത്തെ അച്ഛനും എൻ്റെ അളിയനും കൂടെ രാവിലെ തൊട്ട് വയ്യോളം ഈ തിണ്ണക്കിരുന്ന് ചീട്ട് കളിക്കും. കളിച്ച് ഈ അളിയനുണ്ടല്ലോ മൊത്തം കഴുതയാവും. ഈ കഴുതയാവുന്ന ദേഷ്യത്തിന് അച്ഛനെ പെങ്ങളെ വീട്ടിൽ കൊണ്ട് നിർത്തിയേക്കുക. അതിനായി സ്മരണ പറയുന്നത്. ഞങ്ങളുടെ കുടുംബമായിരുന്നു നീ പുറത്ത് പറയാൻ പോകുന്നത്. അതൊന്നും പറയുന്നതിനോട് ഞാൻ പറഞ്ഞല്ലോ. ദൈവമേ, എന്റെ കുടം കിടക്കുന്ന കിടപ്പ് കണ്ടോ? ആഹാ, കുടം പോയതാണോ ഈ വിഷയം? ഞാൻ പളനിക്ക് വന്നത്. അലുമിനിയത്തിന്റെ കുടം വേണോ, സ്റ്റീലിന്റെ കുടം വേണോ, എത്ര കുടം വേണേലും ചേച്ചിക്ക് ഞാൻ വാങ്ങിച്ചു. കുടത്തിന്റെ കാര്യമല്ല പറഞ്ഞത്. എടാ, കുടുംബശ്രീന്ന് ഒരു 2000 രൂപ ലോൺ കിട്ടിയായിരുന്നു. അത് ഞാൻ അരിക്കലത്തിനകത്ത് ഇട്ട് വെച്ചേക്കുമായിരുന്നു. അപ്പൊ എന്റെ തച്ച് ഓക്കെ ആയി. നിന്റെ തച്ച് നിന്റെ താടിക്കിട്ടൊരു തട്ടാ. ഞാൻ പോട്ടെ, വീട് ഇത്ര നശിപ്പിച്ചിട്ട് നീ പോകാൻ നിൽക്കുവന്നു. എന്റെ ഭഗവാനെ, തോണ്ട വരുന്നുണ്ട് എനിക്ക് പോയി. ഞാൻ പോട്ടെ ചേച്ചി. എന്റെ 4 കെട്ടിലെ അറപ്പുര മുറ്റത്ത് ഞാൻ എന്റെ മുറി കൂടെ പണിയിച്ചോട്ടെ. ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചോട്ടെ. അതാരാ എന്റെ ഹോയിൽ വേറൊരു ഹോ ഇട്ടത്? പിന്നെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത്? ഓട് മാറാൻ വന്നത്. അപ്പൊ ഞാൻ നടന്നു വന്ന് നേരെ പെരപ്പുറത്തോട്ടാണോ കേറിയത്? നീ എന്തിനാണ് ഈ വീടിന്റെ മേളിൽ കയറിയിരിക്കുന്നത്? നീ താഴെ ഓടെടുത്ത് കൊടുത്താ പോരായിരുന്നു. ഇവൻ മാറിയാനല്ലോ. നമ്മൾ വീടിന്റെ മേളിൽ കയറിയല്ല, പിന്നെ വീട് താഴോട്ട് വന്നതാ. ഞാനല്ല അവനോട് ചോദിക്കുന്നത്. എന്റെ വീട് എവിടെയാടാ? വീടാളിയായി താഴെ കിടക്കുന്നത്.
ചെറിയൊരു ഓല വെച്ചാ തീരാവുന്ന പ്രശ്നത്തിനാണോടാ നീ എന്റെ വീട് പൊളിച്ചിട്ടേക്ക്? നിന്നോട് ആര് പറഞ്ഞതാ എന്റെ വീട് പൊളിക്കാൻ? അളിയാ ഞാൻ ഓട് പൊളിച്ചതാ. ഓട് പൊളിച്ചപ്പോ നീ വീട് പൊളിച്ചു. നിന്നോട് ഞാൻ പറഞ്ഞത് ആ പണിയുടെ ABCD അറിയാത്ത ഈ ക്ലാപ്പനെ വിളിക്കരുതെന്ന്. എന്റെ കൂട്ടുകാരൻ ശശിയെ വിളിക്കാനല്ലേ പറഞ്ഞത്? എന്റെ കൂട്ടുകാരൻ ശശിയെ വിളിക്കാൻ മതി. എന്നിട്ട് അപ്പ ഇവള് പറയാ ആങ്ങളെ വിളിച്ചു കഴിഞ്ഞാൽ ഉണക്കമീനും ചെമ്മീനും കൊടുത്താൽ മതി, 2000 രൂപ ലാഭമല്ലേ എന്ന്. 2000 രൂപ ലാഭമല്ലേ? എന്നിട്ട് ഇപ്പൊ ഇവരെന്താണ് ഈ കാണിച്ചിട്ടേക്കുന്നത്? അളിയോ. എന്റെ കിടപ്പാടം നശിപ്പിച്ചില്ലേടി? അളിയാ ഞാനിപ്പോ എന്താ ചെയ്യുന്നേ? എടാ ഒരു ഇഡ്ഡലിക്കുട്ട എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളായിരുന്നു. ഇഡ്ഡലിക്കുട്ട എടുത്തു വെച്ചാൽ തീരാവുന്ന പ്രശ്നമുള്ള ഞാൻ അവരോട് ചോദിച്ച കാര്യം കേറി നിന്റെ അടുത്ത് പറയാൻ ആരാണീ പറഞ്ഞത്? എടാ നിന്റെ കൊടല് ഞാൻ എടുക്കും. അയ്യോ അണ്ണ ഒന്നും ചെയ്യില്ലെണ്ണ. എനിക്ക് വയ്യ. അണ്ണ വേണ്ടണ്ട. അണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. ആരെടി? നില്ലെണ്ണ വേണ്ടണ്ട. ആരെടി? അണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. അണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ വേണ്ടണ്ട. നില്ലെണ്ണ കേൾക്കണോ പ്രിയ കൂട്ടരെ, അവൾ കൊഞ്ചി പറഞ്ഞ കഥ, അവൾ കൊഞ്ചാന്നിങ്ങോട്ട് മാറണി. അളിയോ. ആഹാ. അയ്യോടാ കൊള്ളാമല്ലോ. അളിയൻ ഇവിടെ കിടന്ന് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. പറയുമ്പോ എല്ലാം പറയണം. നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിലുണ്ട് തെറ്റ്. പെങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു ഓട് മാറണമെന്ന് പറഞ്ഞു. ഏതോടാ മാറണ്ടെന്നുള്ള കാര്യം പെങ്ങൾ എന്നോട് പറഞ്ഞില്ല. ഇത് അളിയൻ അറിയാമായിരുന്നെങ്കിൽ അളിയൻ ഒരു കാര്യം ചെയ്യണമായിരുന്നു. വേണി വെച്ച് കയറി മാറണ്ട ഓടിന്റെ പുറത്ത് ചോക്ക് വെച്ച് മാർക്കിട്ട് വെക്കണമായിരുന്നു. എന്ന് വെച്ചാ ഓട് +2 പരീക്ഷ എഴുതിയിട്ടിരിക്കുവാണ്. ഞാൻ ചെന്ന് മാർക്കിടാൻ ഇതൊക്കെ പറയുന്നത് താമസം. ഇവന്റെ അണ്ണാക്കിന്ന് ഞാനിന്ന് പിരിവെട്ടിക്കും. നിന്റെ സ്വരപേടകം ഞാൻ പറിച്ചെടുക്കും. സ്വരപേടകം പറിച്ചെടുക്കൂടെ? അപ്പൊ നിനക്ക് അറിയാ എന്നെ. അളിയോ. എന്താണ് വളിയോന്ന് വിളിച്ചു? അളിയാ ഞാൻ പറയുന്നു കേൾക്കാമോ? ഇല്ല എന്റെ പിടിവിട്ട് നോക്കി. എന്റെ അളിയാ എന്റെ മുടി ഇങ്ങനെ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ അളിയാ പറയുന്നത്? അളിയ ഒരു കാര്യം, എന്റെ ദേഹത്ത് തുടരാൻ ഞാൻ പറയട്ടെന്ന്. അളിയൻ പഞ്ചായത്ത് ഓഫീസിൽ ചെന്ന് ഒരു അപേക്ഷ കൊടുത്തിട്ട് പറയണം വീടിന്റെ അറ്റകുറ്റപ്പണിക്ക് ചില പൈസ തരാൻ. അവരനുവദിച്ചാൽ തരും അളിയാ. ഈ വീട് കാണിച്ച് ഓരോ മാസവും ഞാൻ പഞ്ചായത്തിൽ പോയി അറ്റകുറ്റപ്പണിക്ക് പൈസ മേടിക്കും. ആ കാശ് കൊണ്ടാണ് ഞാനും എന്റെ പെണ്ണുമ്പളെ ഇവിടെ സുഖമായിട്ട് ജീവിച്ച്. ഇനി ഞാൻ ഏത് വീട് ചൂണ്ടിക്കാണിച്ച് അറ്റകുറ്റപ്പണിക്ക് പൈസ മേടിക്കും? 1.5 വർഷമായിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ലീവിലാണ്. പെട്ടെന്ന് ചോദിക്കും. പഞ്ചായത്ത് പ്രസിഡന്റ് ലീവിലാണ്. എന്തിനാന്ന് ചോദിച്ചത്? എന്തിനാന്ന്? എന്നെ പേടിച്ച് ഞാൻ അറ്റകുറ്റപ്പണിക്ക് പൈസക്ക് പോകും. എടി കുടുംബം മാത്രമല്ല കിടപ്പാടം നശിപ്പിച്ച് കളഞ്ഞല്ലോ ഇവൻ. നീ ഇങ്ങനെ അളിയൻ അങ്ങനെ പറയാം. പെങ്ങളെ ഇപ്പോഴും ഉണ്ടല്ലോ അളിയൻ എന്നെ വിശ്വാസമല്ല, എന്റെ കഴിവിലെ അളിയന് വിശ്വാസമല്ല. അതുകൊണ്ട് അളിയൻ ഇങ്ങനെ പറയുന്നത്. അളിയൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഞാൻ ഒരുപാട് വീടിന്റെ ഓട് മാറിയിട്ടുണ്ട്. ഇതുപോലെ വീട് പൊളിച്ചു കളഞ്ഞിട്ട് ഓടി മാറിക്കാണും. അങ്ങനല്ല ഓടി മാറിയെന്ന് പറഞ്ഞു. അങ്ങനല്ല ഞാൻ പറഞ്ഞത്. ഒരുപാട് വീടിന്റെ ഓടിയും പട്ടിയും ഒക്കെ ഞാൻ മാറിയിട്ടുണ്ട്. പക്ഷെ ഈ വീട് മാത്രമേ ഇതുപോലെ നശിച്ച് നാരായണക്കല്ല് വെച്ചിട്ടുള്ളൂ. നശിച്ച് നാരായണക്കല്ല് ആദ്യം എന്റെ വീട് പൊളിച്ച് ഇപ്പൊ എന്റെ ക്യാരക്ടർ അടിച്ചു മാറ്റി ഷൈൻ ചെയ്യാൻ നോക്കുന്നത്. ഇനി ഇവൻ വാ തുറന്നാൽ ഇവന്റെ വായിക്കാത്ത ഞാൻ പച്ചമണ്ണിടിച്ച് കയറ്റും. വായിക്കാത്ത പച്ചമണ്ണിടിച്ച്. അളിയോ, അളിയന് എന്റെ കൂടെ പഠിച്ച സുരേഷിനെ അറിയോ? അവിടെ പോയി പറ. സുരേഷിനെ അറിയാവോ? സുരേഷിനെ അറിയാം. വടക്കേലെ സുരേഷ് ആണെങ്കിലും പടിഞ്ഞാറേ അതിന് അറിയാമോന്ന് ഞാൻ ചോദിച്ചേ. സുരേഷിനെ അറിയാം. അറിയാമോ? അറിയാം. അവനിപ്പോ എവിടാ? അവനെവിടാന്ന് എനിക്കെങ്ങനെ അറിയാം? അവൻ എവിടാന്ന് പറ. എനിക്കെങ്ങനെ അറിയാം? അവൻ ദുബായില്. അവൻ ദുബായിൽ ചുമ്മാ പോയി നിൽക്കുന്നതല്ല. അവൻ ഷേഖിന്റെ അടുത്ത ആളാ. ഷേഖിന്റെ അടുത്ത മാസം അവൻ അവിടെ ഒരു മാള് പണിയാൻ തുടങ്ങുക ചേച്ചി. അതിന് തറക്കല്ലിടാൻ വിളിച്ചേക്കുന്ന ആരെയാ? എന്നെയാ. ആണോ? അയ്യോ അണ്ണോ, ഇവൻ പറയുന്നത് കേട്ടോ, ദുബായിൽ ഏതോ മാള് ഷെയ്ക്ക് കുടിക്കാൻ വിളിച്ചെന്ന്. നീ എവിടാ നിന്നത്? അവിടെ തന്നെ പോയി നിൽക്കും. ദുബായിലെ ഷേക്ക് മാള് കുടിക്കാൻ വിളിച്ചെന്ന്. ദുബായിലെ ഷേക്ക് മാള് കുടിക്കാൻ വിളിച്ചെന്ന്. ഒരോടിന്റെ വിടവ് പോലെ അടക്കാൻ അറിയാത്ത ഇവനെ ഏത് മാളിന്റെ തറക്കല്ലെടുക്കാനാ വിളിച്ച? ആ ഷേക്കിനെ എന്റെ കയ്യിൽ കിട്ടിയ ഇടിച്ചവന്റെ ബോൾട്ടാങ്കൽ ചേർക്കും. ഇടിച്ചവന്റെ അറിയത്തില്ല. അണ്ണ ഒന്ന് സമ്മാനപ്പെടണ്ട. എനിക്കിപ്പോ അതിനേക്കാളും വലിയൊരു കാര്യം ഉണ്ടെന്ന്. നമ്മൾ എങ്ങനെ ടൂർ പോവണ്ട? തൽക്കാലം ശശിയുടെ വീട്ടിലെങ്ങാനും പോ. പിള്ളേരും ഞാനും കൂടെ പറമ്പിൽ പോവാ. അയ്യോ ടൂറ് പോകുന്ന നിൽക്കുമ്പോ ഓരോന്ന് പറഞ്ഞോണ്ട് വരും. ടൂറ് അറ്റകുറ്റപ്പണിക്ക് പൈസ കിട്ടിയ
മാത്രമേ ടൂറിന് പോക്ക് നടക്കുള്ളൂ. ഈ വീട്ടിലെ കംപ്ലീറ്റ് കാര്യവും നടന്നുകൊണ്ടിരുന്നത് ഈ അറ്റകുറ്റപ്പണി കാണിച്ച. സത്യം പറഞ്ഞാൽ നമ്മുടെ ദൈവമായിരുന്നു ഈ കിടക്കുന്ന വീട്. ഒരു ആന പിടിച്ചാൽ പോലും പൊളിയാത്ത ഈ വീട് ഒരു കഴുക്കോലെ പിടിച്ച് വലിച്ച് നീ എങ്ങനെടാ ഇങ്ങനെ? അണ്ണ നമ്മൾ പിള്ളേരെ കൊണ്ട് എങ്ങനെ എങ്ങോട്ട് പോകണ്ട? നമ്മളിനി നമ്മൾ എങ്ങോട്ട് പോകും? പിള്ളേരെ കൊണ്ട് ആങ്ങളോട് ചോദിക്കും, എങ്ങോട്ട് പോകണോ? ഞങ്ങൾ വീട് മൊത്തം ഞങ്ങൾ എങ്ങോട്ട് പോകണം? പെങ്ങള് വിഷമിക്കണ്ടെന്ന്. പെങ്ങളെ ഒരു കാര്യം ചെയ്യും, പിള്ളേരും ചേച്ചിയും കൂടെ എന്റെ വീട്ടിൽ വന്ന് താമസിച്ചിട്ട് എന്റെ തറവാട്ടില്. തറവാട്ടിലോട്ട് വരണോ? അവിടോട്ട് വാ. അണ്ണ തറവാട്ടിൽ പോകാൻ വിളിച്ചിട്ടുണ്ടോ? നമുക്കെല്ലാം തറവാട്ടിൽ പോകാം, നമുക്ക് എല്ലാവരും കൂടെ പോവാം, തറവാട്ടിൽ പോയി താമസിക്കാം. അടങ്ങ്. അവൻ വീടാ പൊളിച്ചത്, നീ ഫ്ലോർ പൊളിക്കുക. തറവാടെന്ന് ഇവനൊരു വീടുണ്ട്, അതിന് ഇവനിട്ടിരിക്കുന്ന പേരാണ് തറവാട്. ആ വീട് ദൂരെ ഒന്നൊന്ന് കാണണം. എക്സ്ട്രാ പടത്തിന്റെ കോപ്പി പോലെ ശ്വാസം മുട്ടി കിടക്കുന്ന ഒരു കട്ടിലിന്റെ അടിയില് അടുപ്പ് കുറ്റി ആ കല്ലിനകത്ത ഇവൻ തലവെച്ച് കിടന്ന് ഉറങ്ങുന്നത്. ആ വീട്ടിലോട്ടാണ് നീ ഇവളെ മക്കളായിട്ട് വിളിച്ചോണ്ട് പോകാൻ തോന്നുന്നത്. എടാ സുശീല, ഇവിടെ ഇനി നീ സംസാരിച്ചാൽ ഇനി നിന്റെ എവിടെട്ടാണ് ഞാൻ ഇടിക്കണമെന്ന് പറയേണ്ടത്? എവിടെയാലും പിടി ഇടിച്ച് നിന്റെ മൂക്കാമട്ട മുളക്കാം. മൂക്കാമട്ട ഇടിച്ച് ഞാൻ പൊളിക്കും. അതാ പോട്ടെന്നാണ് സമ്മാനം, ദേഷ്യപ്പെടാതെ. ഇല്ല, ഞാൻ പറയും. ചേച്ചി പറയുന്നത് കേക്കളിയാ. സമ്മാനപ്പെടും. പിള്ളേർ സ്കൂളിൽ നിന്ന് വരുമ്പോ നമ്മൾ എന്തോ പറയുന്നുണ്ട്. ചേച്ചി, നമുക്ക് പിള്ളേർ വരുമ്പോ പിള്ളേരോട് ഈ കാര്യം മറച്ചു വെച്ചാലോ? രണ്ട് കമത്തോടുണ്ടെങ്കിൽ എടുത്ത് മാറ്റിയിട്ടോ. ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. എന്നിട്ട് ആ കമത്തോടിനകത്ത് ഇവനെ ഞാൻ അടക്കും. എന്നിട്ട് ഇടക്കിടക്ക് ഇവനെ ഓർത്ത് എനിക്ക് പോയി ചന്ദനത്തിരി കത്തിച്ചു വെക്കാം. ചന്ദനത്തിരി കത്തിക്കാനാ? രാവിലെ ഉണ്ടല്ലോ സ്കൂളിൽ പോകുന്ന നേരത്ത് മൂത്ത കൊച്ചൻ എന്നോട് 3 തവണ പറഞ്ഞു, എന്ത്? അമ്മച്ചിയും അച്ഛന് മോളിൽ ഇരിക്കുന്ന കിളിക്കൂടെ അടുത്ത് സൂക്ഷിച്ചു വെക്കണേ, സൂക്ഷിച്ചു വെക്കണേ, സൂക്ഷിച്ചു വെക്കണേ എന്ന്. ആഹാ, കിളിക്കൂട് പോയാനാ ഈ രണ്ടും കൂടി ഇവിടെ നീ ബഹളം ഉണ്ടാക്കുന്നേ. ചേച്ചി, അളിയൻ വിഷമിക്കണ്ട. കിളിക്കൂടി ഞാൻ ഭദ്രമാക്കി ഒരു സ്ഥലത്ത് സേവാക്കി വെച്ചിട്ടുണ്ട്. എങ്ങനെ ഇരിക്കുന്നടി നിന്നോട് സ്നേഹമുള്ള ആങ്ങള. എടാ, കിളിയുടെ കൂടെ നീ എടുത്ത് സേഫാക്കി. എന്റെ ഈ വീട് നീ പൊളിച്ചു കളഞ്ഞല്ലോടാ മഹാഭാവി. എടാ, ഒരു കിളിയുടെ വില പോലും എനിക്കില്ലടാ. കിളിയുടെ വില പോലും. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഡയലോഗ് പറയുമ്പോ മൊത്തം പഠിച്ചിട്ട് പറയണം. ബാക്കി എന്നെ കൊണ്ട് പറയിപ്പിക്കാൻ നിൽക്കാൻ പറയാനും ആയല്ലോ. വാങ്ങിക്കൊണ്ട് പോകുമ്പോ എല്ലാവർക്കും ഒരുപോലെ ഇല്ലേ കൊണ്ടുപോകും. അത് ശരി. കളിച്ച് 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 എന്റെ നേരെ വന്ന് കളിക്കുന്നു. കളിച്ച് കളിച്ച് അണ്ണന്റെ നേരെ വന്നു. അണ്ണ ദേഷ്യപ്പെടല്ലേ? ദേഷ്യപ്പെട്ടു പോയി. അണ്ണൻ ദേഷ്യപ്പെടാതിരിക്കുക. അങ്ങനെ ഞാനൊരു കാര്യം പറയടി. ദേഷ്യം വന്നാലും ഒന്നും പറയല്ലേ? പറയത്തില്ലടി. അണ്ണാ, നമുക്കേ ഈ അവസ്ഥയിൽ എന്റെ അച്ഛന്റെ അടുക്കലോട്ട് അങ്ങ് പോയാലോ? അതിനേക്കാളും നല്ലത് കവലയിലിരിക്കുന്ന പ്രതിഷ്ഠയെ പോയി കാണുന്നതാണ്. ഇവിടെ അച്ഛൻ ജീവിതത്തിൽ അയാൾ ഇന്ന് വരെ പണിക്ക് പോയി ഞാൻ കണ്ടിട്ടില്ല. സൂര്യൻ ഉദിക്കുമ്പോ പുള്ളി എഴുന്നേക്കും. പല്ല് പോലും തേക്കാതെ ഇവരുടെ വീടിന് മുമ്പിൽ കുറേ തൊട്ടാവാടി നിൽപ്പുണ്ട്. തൊട്ടാവാടിയെ ചെന്ന് തൊടും. അപ്പൊ അത് തൊഴുത് കാണിക്കുന്ന. എന്നിട്ട് ആ നാട്ടിൽ മൊത്തം പുള്ളി പറഞ്ഞ് നടക്കുന്ന എന്താ? തൊട്ടാവാടിക്ക് പോലും എന്നോട് ബഹുമാനമാണ്. അങ്ങനെ ഇരിക്കുന്ന നിന്റെ തന്തയെ പോയി കണ്ട ആള് തൊട്ടാവാടി പറിച്ചു തരും. തൊട്ടാവാടി പറിച്ചു തരും. ആ എടി, അച്ഛന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർത്തത്. എന്തുവാ? എന്റെ അമ്മാവൻ എവിടെയാടി? അമ്മാവൻ എന്തിയെ? ഈ അമ്മാവൻ എന്തെന്ന്? ഞാൻ കഞ്ഞി എടുത്തു കൊടുത്തപ്പോ അമ്മാവൻ കഞ്ഞിയും കുടിച്ച് കട്ടിലേക്ക് കിടക്കുന്ന സമയത്ത് അവന് ഓട് മാറാൻ വന്നത്. അല്ലെന്ന് ഇരക്കോ മൂളലോ വല്ലതും ഉണ്ടോ? നമുക്ക് ഓട് പൊക്കി നോക്കാം. അണ്ണാ, ഫോൺ എടുത്തൊന്ന് വിളിച്ചു ചോദിക്കാം. അഴിഞ്ഞു പോയോ? വിളിച്ചോ? ബെല്ലുണ്ടോ? എടുക്കുന്നില്ലയോ? നീ മിണ്ടിയാൽ നിന്റെ ഒരു സ്ഥാനം ഞാൻ പറിച്ചെടുക്കും. ചോദിക്കാൻ തോന്നുന്നു. ബെല്ലുണ്ടെന്ന്. ബെല്ലുണ്ടോ? ഡിസ്പ്ലേ പൊട്ടിയില്ലേ ചേച്ചി? ഡിസ്പ്ലേ പൊട്ടിയില്ലെന്ന് ഫോണിന്റെ. എന്തൊക്കെ വിവരക്കാരാണ് എടുക്കുന്നില്ലേ കൊച്ചെ? ദൈവമേ, കയ്യേ രണ്ട് ഇനി ഉത്തരം വന്ന് വീണ് കിടക്കുവന്നു. കയ്യ ഉത്തരം വന്ന് കിടക്കുവാണെങ്കിൽ ഫോൺ നാക്കുകൊണ്ട് നക്കിയെങ്കിലും അങ്ങേർക്കരുത്. എന്ത് കഷ്ടമാണ്. ഹലോ അമ്മാവാ. ഓ, അമ്മാവൻ എവിടെ? അമ്മാവാ മോനെ, ഞാൻ ചായ കുടിച്ചോണ്ടിരിക്കുവാടാ. ഏതോ ഓടിന്റെ അടിയിലിരുന്ന് ആ മനുഷ്യൻ ചായ കുടിച്ചോണ്ടിരിക്കും. ഏതോടാന്ന് മാറ്റി നോക്കണേ. ഹലോ, ഓട് ഓട്. ഞാനെന്തിനാ ഓടണം? ഞാൻ ശാന്തയുടെ വീട്ടിൽ സേഫാ. അപ്പൊ അമ്മാവൻ ഇവിടെ ഇല്ലായിരുന്നു. എടാ, ഞാൻ അവിടെ ഇരുന്നപ്പോളേ നിന്റെ അളിയൻ അവിടെ വന്നായിരുന്നു ഓട് മാറണമെന്ന് പറഞ്ഞു. അവൻ പൊക്കത്ത് കയറിയപ്പോഴേ ഞാൻ ഓടി മാറി. അല്ലെങ്കിൽ അവൻ എന്തേലും ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു.
അമ്മാവൻ അളിയാ. അവൻ സേഫായി. അമ്മാവൻ എവിടെ ഉണ്ട് അളിയാ? അമ്മാവൻ സേഫ് ആയതുകൊണ്ട് മാത്രം നിന്നെ വെറുതെ വിടുന്നു. സേഫ് ആയതുകൊണ്ട് മാത്രം നിന്നെ വിടുന്നു. എടാ ഒരാഴ്ച സമയം ഞാൻ നിനക്ക് തരും. ഒരാഴ്ച സമയം ഞാൻ തരും. ആ ഒരാഴ്ചക്കുള്ളിൽ പൊളിഞ്ഞുപോയ പേര അതുപോലെ നീ കെട്ടി ഉണ്ടാക്കിയില്ലെങ്കിൽ ദൈവത്തിനാണ് നേര് സുശീല, എന്റെ സ്വഭാവം നീ അറിയും. എന്റെ സ്വഭാവം നീ അറിയും. അളിയാ, ഒരു കാര്യം ചെയ്യാം. ഒരാഴ്ച കൊണ്ട് ഞാൻ എങ്ങനെയാലും ഈ വീട് ആരെയും വിളിച്ച് പണം ഉണ്ടാക്കിക്കാം. ഈ ഒരാഴ്ച നിങ്ങൾ എവിടെ പോയി താമസിക്കും? ഞാനും അവളും ഭാര്യയും ഒക്കെ ആയിട്ട് ചെമ്പകശ്ശേരി തറവാട്ടിൽ പോയി താമസിക്കും. ചെമ്പകശ്ശേരി. അയ്യോ, അതെന്റെ വീടില്ലയോ? അതെ. അപ്പൊ ഞാൻ എവിടെ പോകും? നിനക്ക് ഞാൻ 3 ഓപ്ഷൻ തരും. എന്തുവാ? നിനക്ക് അതിൽ ഏറ്റവും ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാൻ. ഓപ്ഷൻ നമ്പർ 1 ബാലു ജൂലേഴ്സ്. അതാകുമ്പോ ടൈലിട്ട കടത്തിന്റെ ഉണ്ട്. പട്ടിയും പൂച്ചയൊക്കെ കയറി കിടക്കുന്നേ ഉള്ളൂ. അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നോ. ഓപ്ഷൻ നമ്പർ 2 കിങ്ങിണി തുണിക്കട. അതെവിടാ? അതപ്പുറത്താ. മേളി റൂഫ് ചെയ്തിട്ടുണ്ട്. മഴ പെയ്യുന്ന കാര്യത്തിൽ പേടിക്കണ്ട. അവസാനത്തെ ഓപ്ഷൻ KKR ഗ്രാനൈറ്റ്സ്. ഇതിലേത് വേണം പറഞ്ഞോ? അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. KKR ഗ്രാനൈറ്റ്സ് അത് ഫിക്സ് ചെയ്യാം. അതെന്താടാ? അതാകുമ്പോ ഗ്രാനൈറ്റാ, കിടന്ന അപ്പം ഉറങ്ങിപ്പോവും. ഉറങ്ങിയില്ലെങ്കിൽ ഞാൻ വന്ന് നിന്നെ കാലേ വാരി അടിച്ചുറക്കും. അടിച്ചേ ഉറക്കും. ചേട്ടന്മാരെ, സ്കിറ്റ് തുടങ്ങിയ സമയം തൊട്ടിട്ട് എൻ്റെ ഏറ്റവും അടുത്തിരിക്കുന്ന അസീസിക്ക ഭയങ്കര ചിരിയായിരുന്നു. അതുകൊണ്ട് നമുക്ക് ആദ്യം അസീസിക്കയോട് ചോദിക്കാം. ഇക്ക എൻജോയ് ചെയ്തേക്കാ? ഒരു രക്ഷയിലായിരുന്നു കേട്ടോ. രഞ്ജുമോനെ, ഇപ്പൊ എന്ത് പറയണം എന്നറിയില്ല. നീ വൺ മാൻ ഷോ എന്നൊക്കെ പറയുമല്ലോ ചില സിനിമകളിൽ വന്നൊക്കെ ഒരു ആർട്ടിസ്റ്റുകളൊന്ന് തകർത്തിട്ട് പോവുക എന്നൊക്കെ പറയും പോലെ ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. കാരണം ഈ ഫസ്റ്റ് ബിഗിനിങ് സീന് തന്നെ നമ്മൾ കണ്ടപ്പോൾ എന്തോ ഒരു പ്രശ്നം നടന്നു, അല്ലെ വെള്ളപ്പൊക്കമോ എന്തോ പ്രശ്നം നടന്നാൽ വീട് ഇടിഞ്ഞു പോയെന്ന് പറഞ്ഞു. പക്ഷെ ആ വീട് എങ്ങനെയാണ് പോയതെന്ന് പറഞ്ഞ ആ ത്രെഡും അതിലുപരി നിങ്ങൾ വന്ന ഒരു സബ്ജക്റ്റും ഭയങ്കര രസമായിരുന്നു. അതിലുപരി റെജിമോൻ്റെ ആക്ടിങ്, റെജിമോൻ്റെ ഓരോ കൗണ്ടറും, പിന്നെ വിഷ്ണു അഭിലാഷ് കൂടെ റെജിമോന് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പരിപാടിയില്ലേ. അപ്പോൾ അതായത് നമ്മളിപ്പം എല്ലാവരും പെർഫോം ചെയ്യുക അല്ലെങ്കിൽ എല്ലാവരും മേളിൽ കയറുക എന്നുള്ളൊരു പരിപാടിയല്ല നിങ്ങളിവിടെ കാണിച്ചത്. കാരണം രാജിമോൻ നിന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ ഈ സ്കിറ്റ് ഇത്രയും ഞാൻ സത്യം പറഞ്ഞാൽ മനസ്സറിഞ്ഞ് ഞാൻ ഒരുപാട് ചിരിച്ചു. കാരണം ഇതിനകത്ത് കൗണ്ടറല്ല ഉള്ളത്. ഇതിനകത്ത് ആ സിറ്റുവേഷൻ പരിപാടി, അതിൻ്റെ ആക്ടിങ്, അതിൻ്റെ ആ സിറ്റുവേഷനിലുള്ള ഡയലോഗ്, ഇതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. ഒരു വിഷമത്തിൽ നിന്നും സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളൊരു ഭയങ്കര പാടാണ്. പക്ഷെ അതല്ലായിരുന്നു. നിങ്ങൾ ഫസ്റ്റിലെ തന്നെ അതിന് മുറിച്ചു കളഞ്ഞു. അത് മറ്റേ വെള്ളപ്പൊക്കത്തിലോ മറ്റേ കാറ്റിലോ ഉണ്ടായ സംഭവങ്ങളൊന്നുമല്ല. ഗംഭീര സ്കിറ്റായിരുന്നു. നിങ്ങൾ 3 പേരും അടിച്ചു പൊളിച്ചു. ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാനും പ്രചോദനം മറന്നു. കയ്യടിയായിരുന്നു. ഓരോ കൗണ്ടർ വെക്കുമ്പോൾ ഞങ്ങൾ പറയുന്ന ഒരു ഫീലോല് കൂടി നമ്മൾ കൈയടിച്ചു. ഒരു രക്ഷയില്ല കേട്ടാ. നിങ്ങൾ ഗംഭീര ആർട്ടിസ്റ്റുകളാണ്. പെർഫോമൻസ് അടിപൊളിയാണ്. ഇവിടെ ഇരിക്കുന്ന ഞങ്ങളായിരുന്നാലും ജഡ്ജ്മെൻ്റ് ആയിരുന്നാലും നമ്മളെ പ്രേക്ഷകരായിരുന്നാലും റെഡിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. നിങ്ങൾ എന്താണ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം നല്ലത് തന്നാൽ നമ്മൾ അംഗീകരിക്കും. കാരണം നല്ലതേ വരാവൂ എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. നിങ്ങൾ ആ സ്കിറ്റിനെ 100% നീതി പുലർത്തിയിരിക്കുന്നു. സൂപ്പർ. താങ്ക് യു അസീസിക്ക. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. കാര്യം കണ്ടന്റ് നല്ല കണ്ടന്റാണ്. കാര്യം ഇപ്പം ഈ മഴ സമയത്ത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റിയൊരു സാധനമാണിത്. കാര്യം ആ മൂഡ് ഇപ്പം തന്നെ സമയത്ത് കണ്ടിരിക്കാൻ പറ്റിയ സാധനമായിരുന്നു. ഇപ്പം തന്നെ നമുക്ക് പുറത്ത് നല്ല മഴ നടക്കുക, അത് ആ മഴയും ഈ സ്കിറ്റും എല്ലാം കൂടെ നമ്മൾ സിങ്ക് ആയതുപോലും ആ ഒരു ഫീലിങ്ങിലാണ് ഇരിക്കുന്നത്. ആദ്യം ഇപ്പോൾ അസീസ് പറഞ്ഞ പോലെ ആദ്യം അത് വീണ് കിടക്കുന്ന ഒരു കാറ്റും പ്രളയത്തിൽ ഇടിഞ്ഞു പോയിട്ട് അതിൻ്റെ സങ്കടങ്ങളും, അത് പൈസ എങ്ങനെ ഉണ്ടാക്കും, വീട് പണിയും എന്നൊക്കെയുള്ള കാര്യങ്ങൾ വരുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇങ്ങനെ ഒരാൾ ഓട് മാറാൻ വന്നിട്ട് ആ ഓടൊരെണ്ണം പറിച്ചപ്പം ഇടിഞ്ഞ് വീണ വീടാണെന്നുള്ള ആ കണ്ടന്റ് ഭയങ്കര രസമാണ്. ഇതിൻ്റെ അത് പിന്നെ അമ്മാവനെ കാണാതെ പോകുമ്പോഴുള്ള ആ ടെൻഷനെ. അപ്പം ഇവർ ഓൾറെഡി 2 പേരിൽ നിന്നൊരു ഫസ്റ്റ് ഹാഫോളം കൊണ്ടുപോയി 2 പേരും ആ ഒരു മാറ്റർ മാത്രം പറഞ്ഞ്. അതുവരെയും ഒരു നല്ല പഞ്ചിലിങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അടുത്തത് ഭർത്താവ് വരും, ആ പുള്ളി ഇന്നതാണ് ആളെന്നുള്ളതിൻ്റെ ക്യൂ നമുക്ക് തന്നു. അപ്പോൾ എന്തായാലും നമ്മൾ പ്രതീക്ഷിക്കും വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ ഡബിളാന്ന്. പക്ഷെ നമ്മുടെ ആ തോന്നൽ നിങ്ങൾ മാറ്റിയില്ല കേട്ടോ. അതിൻ്റെ മേളിലായിരുന്നു നിങ്ങൾ. അത്രയ്ക്ക് നല്ലൊരു ക്യാരക്ടറാണ് നിങ്ങൾ ഇതിൽ തിരഞ്ഞെടുത്തത്. പക്ക അളിയൻ, പക്ക വൈഫ്, അതെ, പക്ക ഭർത്താവ്. അതേപോലെ അഭിലാഷ് നല്ലൊരു അളിയൻ കേട്ടോ. അടിപൊളിയാണ്. അഭിലാഷ് വന്നപ്പോൾ തൊട്ട് പേടിച്ച് വരണ്ട് നിൽക്കുന്ന ആറ്റിറ്റ്യൂഡ് തീരുന്നിടം വരെയും. എന്നാലും ഇടയ്ക്ക് അളിയനോടൊന്ന് പ്രതികരിക്കണമെന്നുണ്ട്. തെറ്റ് നമ്മുടെ ഭാഗത്താണേലും ഒന്ന് പ്രതികരിക്കണമെന്നുണ്ട്. പക്ഷെ ആ പ്രതികരണം ഒന്നും ഈ അളിയൻ്റെ മുമ്പിൽ ചിലവാകില്ലെന്ന് മനസ്സിലായി
ഇല്ലേ? അപ്പൊ അത്ര നല്ലൊരു ക്യാരക്ടറാണ് അഭിലാഷിന് കിട്ടിയത്. അതേപോലെ തന്നെ നമ്മുടെ വിഷ്ണുവിന് കിട്ടിയത്. ഉഗ്രം ക്യാരക്ടർ, നല്ല രസമുള്ള ഒരു സ്കിറ്റ്. തുടരെ ചിരിക്കാനുണ്ടായിരുന്നു കേട്ടോ, ഇഷ്ടംപോലെ ചിരിക്കാനുണ്ടായിരുന്നു. ഒരു കാര്യം എനിക്ക് മനസ്സിലായത് എന്നാന്നറിയോ, നിങ്ങൾക്കൊരു ക്ഷീണം വന്നാലേ നിങ്ങൾ അടുത്ത് നന്നാവും എന്നുള്ളതാണ്. ആ ആറ്റിറ്റ്യൂഡ് മാറ്റണം കേട്ടോ. ഒരു ക്ഷീണം വരുമ്പോൾ അടുത്ത് നമുക്ക് പൊളിക്കണം, ആ തോന്നൽ പാടില്ല. എല്ലാം പൊളിക്കണം എന്നുള്ള തോന്നൽ തന്നെ വേണം എപ്പോഴും. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. വിഷ്ണു ചേട്ടൻ്റെ അവൻ്റെ ഇല്ലെണ്ണ നല്ലെണ്ണ അത് നല്ല രസമുണ്ടായിരുന്നു. അതിന്റെ ഇടയിൽ ഞാനൊരു കോംപ്ലിമെന്റ് തന്നോട്ടെ. ഇനി നേരെ നമുക്ക് പ്രചോദനത്തിലേക്ക് പോകാം. രാജിമോനെ, അഭിലാഷേ, വിഷ്ണു, സ്കിറ്റ് അടിപൊളിയായിരുന്നു. സ്കിറ്റ് സത്യം പറയാം, നിങ്ങൾക്ക് അവിടെ വീട് പൊളിച്ച് ഇഷ്യൂല്ലായിരുന്നോ? ഇത് കുറച്ചുകൂടെ നീണ്ടു വരുന്നത് എൻ്റെ ഈ ഭാഗം മുഴുവൻ പൊളിച്ചു, അടിച്ച് പൊളിച്ച് ഓരോ കവറിനും എനിക്കിട്ടായിരുന്നു അടി കിട്ടിയത്. അസാധ്യമായിരുന്നു കേട്ടോ. അഭിലാഷേ, വിഷ്ണു, നിങ്ങളുടെ തുടക്കം, നിങ്ങൾ ഈ മാറ്ററൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഈ അഭിലാഷ് ഇങ്ങനൊരു അളിയൻ, ഇതുപോലൊരു കുരുത്തം കെട്ട അളിയൻ, ഒരു സാധനം ഓട് പൊളിക്കാൻ പറഞ്ഞൊരളിയൻ വീട് പൊളിച്ചിട്ടിരിക്കുക. അപ്പോൾ ചോദിക്കും മറ്റേ ഭർത്താവ് വന്നാൽ എന്ത് ഉത്തരം പറയും? ഉത്തരം ഇഷ്ടം പോലെ കിടപ്പില്ല. അറിയോ, ഇതെല്ലാം കണക്റ്റഡ് സ്ക്രിപ്റ്റാണ് കേട്ടോ. ഞാൻ ഈ സ്ക്രിപ്റ്റിന് ഞാൻ ഉഗ്രം കയ്യിൽ കൊടുക്കുകയാണ്. എല്ലാം ഒരെണ്ണം പോലും ഇതിനകത്ത് മോശം സാധനമില്ല. രാജിമോന്റെ ഈ ഹെയർ സ്റ്റൈൽ അടിപൊളിയുണ്ട്. ആ സാധനമൊക്കെ പൊങ്ങി അത് നമ്മൾ കാര്യം അത് ഈ ഇപ്പൊ എന്താറിയോ, അത് നമ്മൾ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ ക്യാരക്ടർ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് ചിലപ്പോൾ ദേഷ്യപ്പെട്ട് കാണിക്കുന്നില്ല, വളഞ്ഞൊക്കെ പോകുമ്പോഴാണ് കൂടുതലും ശ്രദ്ധിക്കുന്നത്. ആ പിന്നെ നമ്മൾ ചിരിച്ചു പോയത് ഈ അളിയൻ വന്നിട്ട് പറയുന്നത് നമ്മളൊക്കെ എന്താണ് ഈ വീടിന്റെ മേളിൽ കയറുന്ന സംസാരിക്കുന്നത്? അപ്പൊ പറയും വീടിന്റെ മേലിലല്ല, വീട് താഴെയാണ്, നമ്മൾ അവിടെ പിന്നെ അത് കഴിഞ്ഞാൽ പിടിവിട്ട് പോയത് ഈ അറ്റകുറ്റപ്പണിയെ കുറിച്ച് പറഞ്ഞു. ഈ വീട് കാണിച്ച അറ്റകുറ്റപ്പണിക്ക് ഞാൻ പഞ്ചായത്തിൽ പൈസ മേടിച്ചപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെച്ചിട്ടില്ല, പുള്ളി ലീവ് എടുത്ത് പോയിരിക്കുന്നത്. കാര്യം ഇനി ഏത് വീട് കാണിക്കും പോലും അറ്റകുറ്റപ്പണിക്ക്. അപ്പോൾ ഇതെല്ലാം കറക്റ്റ് കണക്റ്റഡ് ആയിട്ട് കൊണ്ടുപോയി. പിന്നെ ഈ ക്യാരക്ടർ ഈ ആവർത്തനം പറയുന്നില്ലേ, ഏതാ ഇത് അതെങ്ങനെ രാജുമോൻ അത് പിടിച്ചത്? നിങ്ങളത് ഞാനിങ്ങനെ കിറ്റ് സെറ്റ് ചെയ്തോണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, ആക്കിയാലോ. അപ്പോൾ ഇവര് പറഞ്ഞു ഓക്കെ. കാര്യം അതിന്റെ ടൈമിങ് ഭയങ്കരമാണ്. നമുക്കൊരിക്കലും ഒരു ആവർത്തന വിരസത ഒന്നുമില്ല. കാര്യം അത് പറയേണ്ടത് പറയും. അതിനുശേഷം അഭിലാഷ് പറയുന്നത് ഡയലോഗ് പറഞ്ഞ് ശരിക്കും പഠിച്ചിട്ട് പറഞ്ഞു. അതിനൊരു ക്ലൈമാക്സും ഉണ്ടായിരുന്നു. ക്ലൈമാക്സ് ഉണ്ടായിരുന്നു. അതെനിക്ക് 3 പേരും കേട്ടോ. വിഷ്ണു ആണെങ്കിലും വിഷ്ണുവിന്റെ പരിപാടി ഗംഭീരമായിരുന്നു കേട്ടോ. സത്യം പറയാം, നിങ്ങളുടെ ഒരു പൂന്ത് വിളയാട്ടമാണ്. ഇത്തരത്തിലുള്ള വിളയാട്ടമാണ് നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത്. ഇത് ഭയങ്കര കോമ്പിനേഷൻ ആയിരുന്നു. ഇത് ടീമായിട്ടാണോ വന്നത്? മറ്റേ സ്പെഷ്യൽ ടീം നിലനിർത്തണം കേട്ടോ. അല്ല, ഇവരിപ്പോ എത്ര പഞ്ചടിക്കുന്നുണ്ട്? അടിപൊളി, ഓൾ ദ ബെസ്റ്റ്. പൊളി 100 ഇത്ര ഉള്ളൂ. അപ്പൊ ഈ പെർഫോമൻസിന് പഞ്ചടിക്കുമോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ മാർക്ക് ചോദിക്കാം. മാർക്ക് ചോദിക്കാം. ഓക്കെ, പ്രചോദനം തുടങ്ങാം. ഞാൻ ഒട്ടും കുറയ്ക്കുന്നില്ല. ഞാൻ 22,000 രൂപ. 22,000. അസീസിക്ക? ഞാനും അതാണ്, പക്ഷെ വിഷ്ണുവിന് ഒരു 2 മാർക്കിന് കൂടെ 24. 22 പ്ലസ് 24 46,000 രൂപയാണ് ഇപ്പോൾ തന്നെ ടോട്ടൽ. ഗംഭീര. നമ്മുടെ പ്രതീക്ഷകൾ ഇവിടെ ആക്കിക്കൊണ്ട് നമുക്ക് ഇനി നസീറൊക്കെയോട് ചോദിക്കാം ഫൈനൽ റിവീൽ ചെയ്യാനായിട്ട്. ബാക്കി ഇനിയിപ്പം മുനിസിപ്പാലിറ്റി പോയി വാങ്ങിക്കണ്ട, ബാക്കി അത് പണിയാനുള്ള പൈസ ബാക്കി ഞാൻ തന്നേക്കാം. അറ്റകുറ്റപ്പണിക്കുള്ളിൽ ഇനി അങ്ങോട്ട് പോകണ്ട. കിടക്കുന്നു. അപ്പൊ അറ്റകുറ്റപ്പണിക്കുള്ള വേണ്ടുവോളം കാശായിട്ടുണ്ട് രാജ്മോൻ ചേട്ടൻ. പക്ഷെ വേറെ കാര്യം, ഈ പൈസ കിട്ടിയത് അമ്മാവന് ഇഷ്ടപ്പെടില്ല. അമ്മാവൻ എവിടെയെന്ന് അറിയാലോ. മറ്റേ ശാന്തയുടെ വീട്ടിൽ ചാടിച്ചോണ്ടിരിക്കുകയാണ് അവിടെ. പറയൂ രാജ്മോൻ ചേട്ടാ. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ഈ പ്രാവശ്യം ഷെഡ്യൂളിന് കണ്ടന്റ് ഇങ്ങനെ എന്ത് പിടിക്കും എന്നാലോചിച്ച് അങ്ങനെ രാജേഷിൻ്റെ അടുത്ത് ചെന്നപ്പോൾ ഇടങ്ങിയൊരു സാധനമുണ്ട്. അത് പറഞ്ഞപ്പോൾ തന്നെ കുറേ കണ്ടന്റ് പറഞ്ഞു. അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം ഇതാന്ന് തോന്നി. അങ്ങനെ രാജേഷിന്റെ സ്റ്റോക്ക് തീർന്നിട്ടില്ല. കൊള്ളാടാ. രാജേഷ് ചേട്ടൻ എന്ന അക്ഷയപാത്രത്തിന് ഒരു കയ്യടി. ഓക്കെ, ഇനി അഭിലാഷ് ചേട്ടാ പറയൂ. ഈ പറഞ്ഞാൽ ഈ രാജുവിൻ്റെ ഈ ക്യാരക്ടർ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ഒരാൾ. പുള്ളിക്കാരി ഇതുപോലെ ബാക്കി കാര്യം നമ്മളെ കൊണ്ടാണ് പറയുന്നത്. ഫോൺ ചെയ്യുമ്പോഴൊക്കെ എനിക്കത് പെട്ടെന്ന് ഓർമ്മ വന്നു. ഞാൻ ഇവരോട് പറയുകയും ചെയ്തു. ആ ഒരു ക്യാരക്ടർ നല്ല രസമാണ്. അങ്ങനെയുള്ള ആൾക്കാരുണ്ടായിരിക്കും. നല്ല വലിയ സന്തോഷം ഇങ്ങനെ പറ്റിയതിൽ. ഇനി സ്കിറ്റിലെ സുന്ദരിയായ യുവതി വിഷ്ണു ചേട്ടാ. ഒരുപാട് സന്തോഷമുണ്ട്. 2-3 സ്കിറ്റ് ഞങ്ങൾക്ക് ഒന്ന് ചെറുതായിട്ട് മാർക്ക് കുറഞ്ഞായിരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം ചിലപ്പം വെളിയിൽ നിന്ന് കളിക്കുമ്പോൾ രസമായിരിക്കും, നമ്മൾ അകത്ത് വരുമ്പോൾ എന്തൊക്കെയോ സംഭവിച്ചു പോകുന്നതാണ്. അങ്ങനെ സംഭവിച്ചു പോകുന്നേക്കാം. സന്തോഷം സംഭവിച്ചു. സീനില്ല. അപ്പൊ നമ്മളൊന്ന് സ്ലോ ആയെങ്കിലും ഇപ്പൊ ഒരു പഞ്ചോട് കൂടിയിട്ട് ഗംഭീര കമ്പാക്ക് ആണ്. ഇത് ഇങ്ങനെ തന്നെ പോട്ടെ. അടുത്ത പെർഫോമൻസിലും നമ്മളൊരു പഞ്ചാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പൊ ചേട്ടന്മാരെ താങ്ക് യു സോ മച്ച്. വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു. പ്രേക്ഷകരെ,
അപ്പോഴേ അങ്ങനെ ചെറിയൊരു നാളത്തെ ഇടവേളയ്ക്ക് ശേഷം അവർ വീണ്ടും തിരിച്ചു വരികയാണ്. ആര്? നമ്മുടെ സ്വന്തം ലിറ്റിൽ സൂപ്പർ സ്റ്റാർ. ഭയങ്കര എക്സൈറ്റഡ് അല്ലേ നമ്മൾ അവരുടെ ഒരു ഇത് കാണാനായിട്ട്? സന്തോഷമാണ്. അതെ, അപ്പൊ നമുക്ക് ഒട്ടും വൈകിക്കാതെ അവരെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം സൈദവ്, ദേവലക്ഷ്മി ആൻഡ് അനന്യ. ഇതൈറ്റം വേറെ. അതെങ്ങനെ എല്ലാ ജ്യോതിഷത്തിന്റെ അകത്തും ഫോണിന്റെ അകത്തും കയറി ഇരിക്കുകയല്ലേ മോനെ? മകന്റെ പേര് മലയാളത്തിലെ നിത്യഹരിത നായകന്റെ പേര് വെച്ച് സാമ്യമില്ലേ? സംസാരിക്കുമ്പോ തമാശ പറയുന്ന ആളാണ്, കണ്ടിട്ടെല്ലാം ഉള്ളിൽ ഒതുക്കുന്ന ആളാണ്. ചില തമാശകൾ കേട്ടാ പോലും ചിരി ഉള്ളിൽ ഒതുക്കും. അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അമ്മയ്ക്ക് കാശായിട്ട് എന്തെങ്കിലും, കാശായിട്ടില്ലെങ്കിൽ സിൽവർ ആയിട്ടോ ഗോൾഡ് ആയിട്ടോ ഇങ്ങനെ തന്നാ മതി. കൊടുക്കുന്ന കാര്യത്തിൽ മടി കാണിക്കരുത്. കൊടുത്തെങ്കിലേ കൂടുതൽ കിട്ടും. കയ്യിലില്ലെങ്കിൽ അപ്പുറത്തിന്നോ ഇപ്പുറത്തിന്നോ കടം വാങ്ങി തന്നാലും മതി. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. ഭാവി പറയാം, ഭൂതം പറയാം, വർത്താനം പറയാം. ഭാവി ഭൂത വർത്താനം കൈ നോക്കി പറയാം. മോനെ ഇങ്ങ് വാ, അമ്മ കൈ നോക്കി പറയാം. പിന്നെ ഇവിടെ വായി നോക്കാൻ വന്നെങ്കിൽ എന്നോട് കൈ നോക്കി പറയാം. അതല്ലെന്ന്, മോൻ ഇങ്ങ് വാ, അമ്മ കൈ നോക്കി കാര്യങ്ങൾ പറയാം. അമ്മ ഫ്രീ ആണേ ഞാൻ എന്റെ കാര്യം മൊത്തം അങ്ങ് പറഞ്ഞു. അമ്മ കൈ നോക്കി കാര്യം പറയുന്നത്? പലവട്ടം കാത്തു നിന്നു കോളേജിന്റെ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ പോയില്ലേ. അഴകോലും പെൺമൈനെ കൊതിക്കുന്നു ഞാൻ നിന്നെ, ചെന്താമര വിരിയും പോലൊരു പുഞ്ചിരി നൽകൂലേ. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. അതല്ല ഞാൻ പറഞ്ഞത്, മോന്റെ കാര്യമാണ് പറഞ്ഞത്. കോളേജിൽ പഠിക്കുമ്പോ ഒരു പ്രണയം ഉണ്ടായിരുന്നു, പക്ഷെ അവളൊന്നും മിണ്ടാതെ പോയി. മോൻ നടക്കാൻ ശ്രമിക്കുമ്പോ മോന്റെ ഒരു കാൽ പിന്നിലും മറുകാൽ മുന്നിലുമാണ്. അതെ, 299 രൂപയ്ക്ക് നെറ്റ് റീചാർജ് ചെയ്താൽ 28 ദിവസം കഴിയുമ്പോ നെറ്റ് തീരില്ലേ. മോന്റെ അച്ഛന്റെ അമ്മയുടെ കല്യാണ ശേഷമല്ലേ അമ്മയുടെ പേര് റേഷൻ കാർഡിൽ വന്നത്. അമ്മ ഇത്രയും പറഞ്ഞത് ശരിയല്ലേ? അതെ. അപ്പൊ അമ്മന്റെ കൈ അമ്മ കൈ നോക്കണം, എനിക്ക് ഇത്രയ്ക്ക് വിശ്വാസമൊന്നുമില്ല. അമ്മ ഇത്രയും പറഞ്ഞിട്ട് മോന് വിശ്വാസമില്ലെങ്കിൽ അമ്മ വേറൊരു കാര്യം കൂടെ പറയട്ടെ. പറ. എന്ത് ചോദിച്ചാലും ഇല്ലെന്ന് പറയുന്ന ആളാണ്. അല്ല, ഒരു 500 രൂപ ഇങ്ങോട്ട് ഇല്ല, അതാണ് പറഞ്ഞത്. കൈനാട്ടക്കാരാണ് സത്യം പറയുന്ന തത്ത ഉണ്ടാവും. നിങ്ങളുടെ ഈ സത്യം പറയുന്ന തത്ത ഉണ്ടോ? എന്റെ കയ്യിലും ഉണ്ടായിരുന്നു സത്യം പറയുന്ന തത്ത. എന്നിട്ടാ തത്ത എന്ത് പറത്തി വിട്ടു? സത്യം പറഞ്ഞ തത്ത പറത്തി വിട്ടെന്നോ? ഞാൻ ഒരുത്തന്റെ കൈ നോക്കി ലക്ഷണം പറഞ്ഞ് അവർ 2000 രൂപ ദക്ഷിണായിട്ട് വെച്ചപ്പോ ഈ നാശം പിടിച്ച തത്ത പറയുക, ചേട്ടന്റെ കാശ് പോയി, ചേട്ടന്റെ കാശ് പോയി. അപ്പൊ തന്നെ ഞാൻ ആ തത്തയെ പറത്തി വിട്ടു. പാവം തത്ത ഇപ്പൊ ഏതെങ്കിലും മരക്കൊമ്പിൽ കയറി ഇരിക്കുമായിരിക്കും. ഏത് മരക്കൊമ്പിൽ കയറി ഇരിക്കേ? അത് എന്ന് ഞാൻ ആരുടെങ്കിലും കൈ നോക്കുകയാണെങ്കിൽ അപ്പൊ ഇവിടെ വരും. അതാണ് സ്നേഹം. സ്നേഹം കൊണ്ടല്ല, എന്റെ തലയ്ക്ക് മീതെ ഒന്ന് വട്ടമിട്ട് പറഞ്ഞിട്ട് പറയും, കാശ് കൊടുക്കല്ലേ ഉടായിപ്പ്, കാശ് കൊടുക്കല്ലേ ഉടായിപ്പ്. എന്ത് ചെയ്യും? അല്ല, നിങ്ങൾക്ക് മഷിനോട്ടം അറിയോ? ഈ മഷിനോട്ടൊക്കെ എളുപ്പമുള്ള കാര്യമല്ലേ മോനെ? ഒരു പേന തുറക്കണം, എന്നിട്ട് എന്റെ റീഫില്ലർ വെട്ടത്ത് വെച്ച് നോക്കിയാൽ കാണാം. പേനയുടെ മഷിനോട്ടത്തിന്റെ കാര്യമല്ല പറഞ്ഞ ശാസ്ത്രം. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി, നിങ്ങളുടെ അതുകൊണ്ട് ഞാൻ പോവാം. മോനെ, 6 മാസത്തിനുള്ളിൽ നീ അംബാനിയെ പോലെ ജീവിക്കും. രാജാവായി വാഴോടാ മോനെ, നീ രാജാവ്. എന്റെ വാക്ക് ധിക്കരിച്ച് നീ പോവരുത്. നാശത്തിലേക്കാണ് നിന്റെ പോക്ക്. നിങ്ങളെന്റെ അമ്മയുടെ ആരെങ്കിലും ആണോ? എന്തോനെ അങ്ങനെ ചോദിച്ചാ? എന്റെ അമ്മ എപ്പോഴും എന്നോട് പറയും, നാശത്തിലേക്കാണോ നിന്റെ പോക്ക്, നാശത്തിലേക്കാണോ. ആ പറയുന്നവരെ ഒക്കെ ഇനി മാറ്റി പറയും. തെക്കീന്നൊരു പെണ്ണ് വരും, ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ. രാജാവായി വാഴ്വടാ മോനെ, നീ രാജാവ്. സത്യം? സത്യമായിട്ടും. പിന്നെ അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഇത്രേ ഉള്ളൂ. രാജാവ്, മഹാരാജാവ്, രാജാവ്. ഞാൻ പോന്നേ. മോളെ മോളെ മോളെ, ആരായി പോകുന്നേ?
കാവിലെ ഭഗവതി നേരിട്ടിറങ്ങി പോകുന്നു. നാട്ടുകാർക്ക് കൺഫ്യൂഷൻ അടിച്ചു പോവുമല്ലോ. ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഇറങ്ങി പോവുകയാണെന്നേ പറയൂ. എന്താ എന്നെ വിളിച്ചായിരുന്നോ? അപ്പൊ വിളി കേട്ടിട്ടാണ് അവിടെ നിന്നത്. ആ മോള് കൈത, അമ്മ കൈ നോക്കി സത്യം പറയാ. അമ്മ സത്യം മാത്രമേ പറയുള്ളൂ. അല്ല, ചില സമയത്ത് കള്ളവും പറയും. അതേ സമയം മോൾ ഇപ്പൊ അങ്ങോട്ട് പോയപ്പോ കാവിലെ ഭഗവതിയാണെന്ന് പറഞ്ഞു. ചെറിയ ചെറിയ കള്ളങ്ങൾ. മോള് കൈ ഇങ്ങത്താ. മോളെ, മോളുടെ സമയം മറിയാൻ പോകുന്നു. കല്യാണത്തിന് പറ്റിയ സമയമാണ് ഇപ്പം. ആര് പറഞ്ഞു? ജാതകത്തിൽ 28 വയസ്സിലാണെന്നാണല്ലോ പറഞ്ഞേക്കുന്നത്. ആണോ? ആണ്, നോക്കട്ടെ. പക്ഷോ ആ കല്യാണം നടക്കാൻ പാടില്ല. അതെന്ത്? ആ കല്യാണം നടന്ന മോളുടെ ഭർത്താവിന്റെ അമ്മാമ പുറകിന്ന് വാൾ വെച്ച് കുത്തി കൊല്ലും. നിന്റെ ഭർത്താവിന്റെ അനിയൻ നിന്നെ കെട്ടിയിടും. നിന്റെ അമ്മായിയമ്മ നദിയിൽ കൂടെ കുഞ്ഞുമായി ഒഴുകി ഞാൻ കാണുന്നത്. അത് ഞാൻ എപ്പോഴേ കണ്ട്. എങ്ങനെ? ബാഹുബലി. ഈ ഹരിതകർമ്മ സേനയുടെ പുനർജന്മമാണ്. ഹരിതകർമ്മസേനയല്ല, എന്തോ ഒരു സേനയായിരുന്നോ? ദേവസേന. ആ സേന. പിന്നെ 3-ാം ഭാവം കഴിഞ്ഞു. ദൃശ്യത്തിന്റെ എന്നു ചന്ദ്രൻ ഇപ്പൊ 4-ാം ഭാവത്തിലാ. വടക്കീന്നൊരു ചെറുക്കം വരും. ഒന്നും നോക്കട്ടെ, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ. രാജ്ഞിയെ പോലെ വാഴ്വടി മോളെ, നീ രാജ്ഞി. ശരിക്കും അമ്മ ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് അമ്മ തരാം. അമ്മയ്ക്ക് തരാതെ പിന്നെ ഞാർക്ക് തരാം. കുടിച്ചോ. രാജ്ഞി. പിന്നെ രാജ്ഞിയും രാജാവും കൂടെ എവിടെയെങ്കിലും ഒരു വഴിയോരത്ത് വെച്ച് ഈ അമ്മയെ കാണുകയാണെങ്കിൽ ഒരു ചായക്കുള്ള പൈസയെങ്കിലും തരണേ മക്കളെ. തരും. അപ്പൊ മോളെ മറക്കണ്ട, വടക്കീന്ന് ചെറുക്കം വന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു വിടും. തെക്കീന്നൊരു പെണ്ണ് വരും. ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ. രാജാവായി വാഴടാ മോനെ, നീ രാജാവ്. വടക്കീന്നൊരു ചെറുക്കം വരും. ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ. രാജ്ഞിയായി വാഴും മോളെ, നീ രാജ്ഞി. ഒരേ ഒരു രാജ, വീരാധിവീര. ഒരേ ഒരു രാജ, വീരാധിവീര. നിൻ രാജറാണി എന്ന പോലെ എന്നേക്കുമായി നിൻ വീണ തന്നിൽ സംഗീതധാരയാക്കും എന്നെ. അല്ല, എന്റെ അടുത്തേ ഒരു കൈനോട്ടക്കാരി പറഞ്ഞു, തെക്കു നിന്നൊരു പെണ്ണ് വരും, പെണ്ണിന് കൈ കൊടുത്താൽ നീ രാജാവിനെ പോലെ ജീവിക്കുമെന്ന്. ആ, എന്റെ അടുത്തൊരു കൈനോട്ടക്കാരി പറഞ്ഞു, വടക്കീന്നൊരു ചെറുക്കം വരും, അവന് കൈ കൊടുത്താ രാജ്ഞിയായി ജീവിക്കുമെന്ന്. എന്താ കുട്ടിയുടെ പേര്? മിനി. രാജാവിന്റെ പേരെന്താ? ലഹു. ലഹു മിനി. ലഹു മിനി. നല്ല മാച്ചിങ്. അയ്യ, ലഹു അല്ല, രഹു. വിളക്ക് കൊളുത്തി വരും അറബ് കഥകളുടെ സുബർക്കം ഒരുക്കിയ ഒരു സുൽത്താനായി. വിളക്ക് കൊളുത്തി വരും അറബ് കഥകളുടെ സുബർക്കം ഒരുക്കിയ ഒരു സുൽത്താനായി. പാടുമീ സാരംഗികൾ, months later. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 6 മാസമായി. എന്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത സ്ഥലമായത്. ഇവളെ ഇല്ലിരിക്കുന്ന മിനിയെ. അയ്യോ, രാജ്ഞിയെ കിട്ടിയ കൊട്ടാരത്തിന്റെ ഉദ്യാനമാണിത്. ഈ 6 മാസം 14 കൊല്ലം ജീവപര്യന്തരമായിരുന്നു എനിക്ക്. അത് നിങ്ങൾക്ക് ഇരട്ട ജീവപര്യന്തമാണ് ഞാനും അനുഭവിക്കുന്നേ. കണ്ടോ ചേച്ചി, പേര് മിനിയെന്നും വായിന്ന് വരുന്നത് മൊത്തം ഹെവിയും. അതെ, നീ എന്നോട് കൂടുതൽ സംസാരിക്കണം വേണ്ട. അയ്യോ, തന്നോടാരും സംസാരിക്കാൻ വരുന്നു. എനിക്ക് സംസാരിക്കാനുള്ളത് കൈനോട്ടക്കാരിയോടാ. എനിക്കും ആ കൈനോട്ടക്കാരിയോട് സംസാരിക്കണം. ഈ പൊന്നമ്മയുടെ നാവീന്ന് കള്ളം വരില്ല.
തെക്കീന്നൊരു ചെറുക്കൻ വരും, ഒന്നും നോക്കണ്ട, കൈ കൊടുത്തോ കല്യാണം നടത്തിക്കോ. മഹാറാണിയെ പോലെ വാഴും മോളെ നീ മഹാറാണി. 2026 ഇപ്പോഴും തെക്കും മടക്കും കൊണ്ട് നടക്കുക. തലവര നോക്കി ഞാനൊരു കാര്യം പറയാം. ഇവിടെ ഇങ്ങനെ തലകുനിച്ചിരിക്കേണ്ടവനല്ല നീ, രാജാവായി വാഴേണ്ടവനാണ് നീ. രാജാവ് ഇതൊരു തവണ രാജാവായതാണല്ലോ. സുഖമാണല്ലോ അല്ലേ? എനിക്ക് കിഴക്കീന്ന് 2 പേര് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എവിടെയാണോ ഉള്ളത് അവിടെ ധനം കുമിഞ്ഞു കൂടും. പണത്തിന്റെ മുകളിൽ കിടന്ന് ഉറങ്ങേണ്ടവളാണ് നീ, മഹാലക്ഷ്മി. ഇവിടെയും സുഖമാണല്ലോ. ഇങ്ങോട്ട് പോണു. രാജാവിന്റെ അഗ്നിയും കൂടെ എങ്ങോട്ടാ? ഒരു യുദ്ധത്തിന് വന്നതാ. ഇനി ഒരു യുദ്ധത്തിനുള്ള ബാല്യം എനിക്കില്ല മക്കളെ. മടങ്ങിപ്പോ മക്കളെ. അങ്ങനെ മടങ്ങി പോവാൻ വന്നതല്ല ഞങ്ങള്. പറയാനുള്ളത് പറഞ്ഞിട്ടേ പോതുള്ളൂ. പറയ്. 6 മാസം മുമ്പ് ഞാൻ നിങ്ങളെ എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടാ? വടക്കേന്നൊരു ചെറുക്കൻ വരുമെന്ന് പറഞ്ഞ് വന്നില്ലേ? പിന്നെ വന്ന് ദാണ്ടിക്കുന്ന വെടക്ക്. എനിക്ക് ദക്ഷിണ കൊടുക്കാൻ പൈസ ഇല്ലാത്തോണ്ട് ലോൺ എടുക്കാൻ വച്ചിരുന്ന പൈസയാണ് ഞാൻ ഇവർക്കെടുത്ത് കൊടുത്തത്. നിന്റെ ലോണ് എന്റെ അമ്മ കറണ്ട് ബില്ല് അടക്കാൻ തന്നു വിട്ട പൈസയാണ് ഞാൻ നിങ്ങൾക്ക് തന്നത്. എന്റെ വീട് ഇരുട്ടിലായി, എന്റെ ജീവിതം ഇരുട്ടിലായി. അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. ഈ പൊന്നമ്മയുടെ നാവിന്ന് കള്ളം വരില്ല. ഇനി ആ നാവ് വിളച്ചു വല്ലതും പറഞ്ഞു ആ നാക്കിനെ കുരുത്തോല വലിച്ചു കീറിനടക്കങ്ങ് കീറി കളയും കേട്ടാ. നിങ്ങളല്ലേ പറഞ്ഞത് രാജാവും രാജ്ഞിയായിട്ട് ജീവിക്കുമെന്ന്? അല്ല, ഏത് രാജാവും രാജ്ഞിയാണ് ഡെയിലി വഴക്കിടുന്നത്? രാജാവും രാജ്ഞിയൊക്കെ ആകുമ്പോ ഇടയ്ക്കിടയ്ക്ക് ഒരു യുദ്ധമൊക്കെ വേണ്ടേ? എന്റെ പൊന്നു മക്കളെ, നമ്മൾ ഈ ഭാര്യയും ഭർത്താവിന്റെ ഇടയിൽ നടക്കുന്ന പ്രശ്നം പോലെ രാജകൊട്ടാരത്തിലും ഉണ്ട്. ഈ രാജകൊട്ടാരം എന്ന് പറഞ്ഞാൽ മണിമാളിക പോലത്തെ സാധനമാണല്ലോ. അപ്പൊ അതിന് സൗണ്ട് ഈ മതിൽ താണ്ടി വെളിയിലോട്ട് വരുന്നില്ലെന്നേ ഉള്ളൂ. പിന്നെ ചട്ടിയും കലവും എന്നൊക്കെ ആകുമ്പോ തട്ടിന്നോ മുട്ടിന്നോ ഒക്കെ ഇരിക്കും. ചട്ടിയും കലാകുമ്പോ തട്ടിയും മുട്ടിയിരിക്കും എന്നല്ല പറയണ്ടത്. ചട്ടിയും കലാകുമ്പോ തലക്കെട്ടടിക്കും. അതാണ് നമ്മള് വീട്ടിൽ കാണിക്കുന്നത്. അതെ, നിങ്ങൾ പറഞ്ഞിട്ടാണോ ഞങ്ങള് കല്യാണം കഴിച്ചത്? ആണല്ലോ. ആണ്. എന്നിട്ടിപ്പൊ വീട്ടിലൊരു സമാധാനമില്ല, ഫുൾ ടൈം വഴക്കാ. എന്റെ പൊന്നു മോനെ, എല്ലാ വീട്ടിലും വഴക്കുണ്ട്. ഭാര്യയും ഭർത്താവും വഴക്ക് വയ്ക്കുകയാണെങ്കിൽ അത് വീട്ടിലെ 4 ചുമരുകൾക്കുള്ളിൽ തീരണം. അതൊക്കെ അങ്ങനെ തന്നെ. പക്ഷെ വഴക്കിടുമ്പോ ജനലടയ്ക്കാൻ മറന്നു പോകും. മൊത്തം കേൾക്കും. നിങ്ങൾക്കറിയാവോ, ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള എല്ലാ വീട്ടിലും കാക്കകൾ വരും. പക്ഷെ ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിഞ്ഞു പോലും നോക്കത്തില്ല. അത്ര കലപ്പായി ഇവള് വീട്ടിൽ കിടന്ന്. ഒരു ദിവസം ഇവള് മുറ്റത്തിരുന്ന് മീൻ വെട്ടുമായിരുന്നു. അന്നേരം 3 വീട് അപ്പുറമുള്ളൊരു മരക്കൊമ്പി ഇരുന്ന് ഒരു തള്ളക്കാക്ക കുഞ്ഞിക്കാക്കയോട് പറയുക, മക്കളെ അവളെ പോലൊന്നും ആവല്ലേ, നാട്ടുകാർക്ക് സമാധാനം കൊടുക്കണേ. അത്ര കലപ്പായി ഇവള് വീട്ടിൽ കിടന്നു. സാധാരണ ഈ ഒച്ചകളൊക്കെ എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെ പതിയെ ഇഴഞ്ഞ് ആണല്ലോ. ഒരു ദിവസം ഞാൻ ഇവളും വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഒരൊച്ച 100-110 അപ്പുറത്തെ വീട്ടിലോട്ട് പോയത്. വീട്ടിൽ വിട്ട കണക്ക് പോവായിരുന്നു. വന്നേ പോയിരുന്നു പോലെ ഇതുവരെ പോയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത്രയ്ക്ക് ബഹളമാണ് ഇവള് വീട്ടിൽ കിടന്ന്. അതെ, ഒരു കാര്യം അറിയാവൂ, ഞാനാണ് ഈ രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുത്ത് വീട്ടിൽ കാശ് കൊണ്ട് കൊടുക്കുന്നത്. എനിക്ക് ഇവളൊരു വില തരുന്നില്ല. നിങ്ങൾ വീട്ടിൽ കാശ് കൊണ്ടുവരുന്നത് ശരി, പക്ഷെ വീട്ടിൽ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ഞാനാ. ഞാൻ കാരണമല്ലേ വീട്ടിൽ സാധനങ്ങൾ മേടിക്കുന്നത്. അത് ശരി, പക്ഷെ വീട്ടിൽ കാര്യങ്ങൾ നോക്കുന്നത് ഞാനാണല്ലോ. നീ രാജ്ഞിയായിട്ട് നീ രാജാവായിട്ട് ജീവിക്കുമെന്ന് ഞാൻ പറഞ്ഞതാ. ആരെന്തൊക്കെ പറഞ്ഞാലും എങ്ങനെ ജീവിക്കണമെന്ന് അവനവൻ തന്നെ തീരുമാനിക്കണം. പരസ്പരം കുറ്റവും കുറവുകളൊക്കെ മനസ്സിലാക്കി അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു മുന്നോട്ട് പോയാ എല്ലാ പേരും രാജാവിന്റെ ആജ്ഞയും തന്നെ. മനസ്സിലായില്ലേടാ നിനക്ക്? എടാ, അഹംഭാവം പാടില്ലെന്ന്. മോനെയൊക്കെ ജീവിച്ചോളാം. 2 പിടിയടാ അവളെ കൈ, പിടിച്ചോളാം വീട്ടില് കൊണ്ടാണ് നോക്കിയോളാം. ഒരു രാജാവിനെ രാജ്ഞിയും പറഞ്ഞയക്കാൻ പെട്ട പാട്. ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് കുറച്ചായല്ലോ കണ്ടിട്ട്. സുഖല്ലേ എല്ലാവർക്കും? ദേവിന് എത്രയിലേക്ക്? സൈന്ധവ നീയാടാ? 7 9. ഓ, 7ാം ക്ലാസ്സുകാർ 9ാം ക്ലാസ്സുകാർ. ഓക്കെ, അപ്പൊ എന്തായാലും മഷി നോട്ടവും കൈ നോട്ടവും ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് ഇനി ഇതിന്റെ ഫലം അങ്ങോട്ട് പ്രവചിക്കാം അല്ലേ? പ്രജാതേട്ടാ, ടീം ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് പൊളിച്ചടിക്കുകയാണ്. അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ലായിരുന്നു മക്കളെ. നിങ്ങൾ ഈ അടുത്ത കാലത്ത് കളിച്ചില്ല ഏറ്റവും നല്ല സ്കിറ്റാണ്. അടിപൊളി. കാരണം നിങ്ങൾ പരീക്ഷയുടെ പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് ടെൻഷനും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കുറയുമ്പോൾ നമുക്ക് അതിനേക്കാൾ വിഷമമായിരുന്നു. പക്ഷേ ദേവി, നീ ഒരു രക്ഷയില്ല. നീ എന്തൊരു ആർട്ടിസ്റ്റാണ്.
അങ്ങോട്ടൊരു പൊളി പൊളിച്ചിട്ട്, കാര്യം നമുക്കറിയാൻ പറ്റും ഒരാൾ കൈ നോക്കാൻ വന്ന ആദ്യം പറയുന്നത് എന്തൊക്കെയാണോ അല്ലേ, അതെല്ലാം കറക്റ്റായിട്ട് കൊണ്ടുവന്നു. പിന്നാണ് നമ്മുടെ രാജാവ്, നമ്മുടെ സൈന്ധവ് ഇങ്ങോട്ട് വരുന്നു. സൈന്ധവിൻ്റെ വന്നതിന് ശേഷമുള്ള കുറേ കൗണ്ടറുകൾ, നല്ല രസമുള്ള കുറേ കൗണ്ടറുകൾ ഉണ്ടായിരുന്നു. മുഖം നോക്കി ലക്ഷണം പറയാമെന്ന് പറഞ്ഞൊരു സാധനം. അമ്മ ഫ്രീ ആണെങ്കിൽ ഞാൻ എൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറയാം. അത് അസാധ്യമായിട്ടുള്ള കുറേ കൗണ്ടറുകളാണ്. കാര്യം നമുക്കിപ്പോൾ അറിയാം, ഈ എല്ലാവരും ഈ അന്ധവിശ്വാസം വിശ്വസിക്കുന്ന ആളാണ്. ഒരു അല്ലെ ആരെങ്കിലും മുഖം നോക്കി പറയുന്ന ആദ്യം പറയുന്നത്, മുഖലക്ഷണം നോക്കിയിട്ട് ആദ്യം പറയുന്നത് ഐശ്വര്യമുള്ള മുഖമാണല്ലോ, ഐശ്വര്യമുള്ള കൈയാണെന്ന് പറയും. അതിനുശേഷം പറയുന്നത് പുറത്തു പോകാനുള്ള യോഗ്യതയുണ്ട്. ഇതൊക്കെ എല്ലാം കോർത്തിണക്കി പറയുന്ന ആൾക്കാർ ഇതിൽ വീണ് പോകും. 250 രൂപയ്ക്ക് റീചാർജ് ചെയ്യുന്ന സാധനം, അതൊക്കെ എന്തൊരു കൗണ്ടറാണ് ഇത്. ഞാൻ ഇതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിന് ഒരു ഉഗ്രം ഗൈഡ് കൊടുക്കുക കേട്ടോ. അസാധ്യമായിട്ട് ഇത് അടുക്കും ചിട്ടയോടും കൂടി, അതായത് ഇതിനകത്ത് ഒന്ന് സ്ക്രിപ്റ്റ് വർക്കുണ്ട്, പിന്നെ ഇതിനകത്തൊരു ഡിസിപ്ലിൻ ഉണ്ട്, പിന്നെ അതിനകത്ത് കൗണ്ടറുകൾ, പിന്നെ നിങ്ങളുടെ പ്ലേ, ഈ 4 സംഭവം കൂടെ ഒന്നിച്ചപ്പം അസാധ്യ സ്കിറ്റായിട്ട് മാറി എന്നുള്ളതാണ്. കിടില ആർട്ടിസ്റ്റുകളാണ് നിങ്ങൾ 3 പേരും. ഓൾ ദി ബെസ്റ്റ്. സൂപ്പർ. അസീസിക്കോട് ചോദിക്കാം. ഇക്ക എൻ്റെ അമ്മ പൊളിച്ചടി കളഞ്ഞിട്ട്. ദേവി കുറേ കാലമായി കണ്ടിട്ടല്ലേ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആർട്ടിസ്റ്റാണ്. കാരണം എൻ്റെ ഇളയ മകളെ പോലെയാണ് ദേവി ഇരിക്കുന്നത്. കാരണം ദേവി സ്റ്റേജിൽ നിന്ന് കാണുമ്പോൾ എനിക്ക് എൻ്റെ മകൾ, അവൾ ഇങ്ങനെ പരിപാടികളൊന്നുമില്ല, ഒരു രക്ഷയില്ല നമ്മൾ. കാരണം പറയാൻ വാക്കുകളില്ല നിങ്ങൾ 3 പേര്. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ, അതായത് നമ്മുടെ ചില സിനിമകളെ കാസ്റ്റിങ്ങിലൊക്കെ ഇരിക്കുമ്പോൾ ആർട്ടിസ്റ്റുകളെയൊക്കെ ചിലപ്പം കിട്ടാറില്ല, ഇന്ന ആർട്ടിസ്റ്റ്. പക്ഷെ നമ്മളെ മലയാളത്തിൽ ഇനി മലയാള സിനിമയിൽ ആർട്ടിസ്റ്റിന് പ്രശ്നമില്ല. കാരണം ഇവരൊക്കെ ഉണ്ടല്ലോ. ഇനി എന്ത് പെർഫോമൻസാന്ന് പറഞ്ഞത് ദേവി, ഇതെന്താണ് എനിക്ക് സത്യം പറഞ്ഞാൽ എന്തൊക്കെയോ എഴുതണമെന്നുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ഒന്നും എഴുതാൻ, കാരണം നിങ്ങളുടെ ആ പെർഫോമൻസ് എന്നുണ്ടോ 3 പേരുടെയും എന്ത് പെർഫോമൻസ്. എന്നിട്ട് എനിക്ക് ഇവിടെ ഏറ്റവും വലിയൊരു മൊമെന്റ് കിട്ടിയെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജേഷേട്ടനാണ്. രാജേഷാണോ സ്ക്രിപ്റ്റ് ഉണ്ടല്ലോ. പക്ഷെ രാജേഷിനെ ഞാൻ ഇവിടെ നിന്ന് ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, അരങ്ങേറ്റം നടക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ഡാൻസിന്റെ ഒക്കെ. അപ്പൊ ഈ ടീച്ചർ കുട്ടികൾ എന്നിട്ട് ഇങ്ങനെ കാണിക്കും. അപ്പൊ രാജേഷ് ഇവിടെ നിന്നിട്ട് ബാഗ് ബാഗ് ബാഗ്. അപ്പൊ അതനുസരിച്ച് അവര് നമ്മളെ പോലും കാണിക്കാത്ത രീതിയിൽ അത് കണ്ടിട്ട് അവരവിടെ കളിക്കുന്നുണ്ട്. ഇതൊക്കെ ദൈവം മാറി, എനിക്കറിയില്ല എങ്ങനെ കഴിവ് കൊടുത്തെന്ന് എനിക്ക് ഒരു പിടുത്തം കിട്ടില്ല. ഒരു രക്ഷയില്ലാത്ത ആർട്ടിസ്റ്റുകളുണ്ടാവും, ഗംഭീരം. അവർക്ക് കാരണം ഒരിക്കലും അവരെ കൊണ്ട് സ്ക്രിപ്റ്റ് എഴുതുവാനോ അവരെ കൊണ്ടൊരു കൗണ്ടർ ഉണ്ടാക്കാനോ കഴിവില്ലാത്ത ആ പ്രായക്കാരാണ് അവർ. അപ്പോൾ അവർക്ക് കൊടുക്കുന്നത് അവർ 100% എന്ന് പറഞ്ഞാലും ശരിയാവത്തില്ല. അതിലുപരി അവരെന്തൊക്കെയാണ് ചെയ്യാവുന്നത് അങ്ങനെ ചെയ്തൊരു, വേറെ ഒന്നും പറയല്ല സ്കിറ്റിനെ കുറിച്ച്. ഗംഭീരം. ഐ ലവ് യു. നല്ല ഭംഗിയുണ്ട് ദേവിയുടെ ഇന്നത്തെ ഒരു ഔട്ട്ഫിറ്റ്, ആ ഒരു ക്യാരക്ടറിനെ സൂപ്പർ ആയിട്ടുണ്ട്. അപ്പം അതിനും ഒരു സ്പെഷ്യൽ കൈ. പിന്നെ വേറൊരു സാധനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് ഞാൻ ഇവിടെ എഴുതി വെച്ചതാ. പേര് മിനി, പക്ഷെ വരുന്നത് ഹെവി. പക്ഷെ ആ സാധനം കൊടുക്കാം, പക്ഷെ അത് ചെയ്യുന്ന രീതിയില്ലേ അത്. സൈന്ധവ സിനിമ ചെയ്തിട്ടില്ലേ? ഞാൻ കണ്ടു, ഞാൻ ഏതൊക്കെ പടം കണ്ടിരുന്നു. അനന്യ മോളെ അടിപൊളി. ദേവി ഉടനെ ഒരു പടം ചെയ്യും. ഓക്കെ, എങ്കിൽ നമുക്ക് ഇനി നസീറൊക്കെ എടുത്ത് ചോദിക്കാം. മക്കളെ, ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല, അടിപൊളി. ഇതിൻ്റെ കണ്ടന്റ് ഭയങ്കര രസമുള്ളൊരു കണ്ടന്റാണ്. ഒരുപാട് കൈനോട്ടങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഈ വേദിയിൽ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു ടീമിന് ഒരു സ്ക്രിപ്റ്റ് നല്ലത് കിട്ടുമ്പോൾ പകുതി സ്ക്രിപ്റ്റിലും ബാക്കി പകുതി നിങ്ങളുടെ അഭിനയത്തിലുമാണ്. 3 പേരും ഗംഭീരമായിട്ട് അഭിനയിച്ചെന്നുള്ളതാണ്. കാര്യങ്ങളെല്ലാം ഇവർ പറഞ്ഞു. ഇതിന് അതിൻ്റെ അകത്ത് ഓരോരോ കൗണ്ടറുകൾ എടുത്തൊന്നും പറയുന്നില്ല. എന്തായാലും ഇനി ഒരു കാര്യം നിങ്ങളുടെ ഗ്രൂമേഴ്സിനോട് പറയേണ്ടത്, ഇതുപോലുള്ള സാധനങ്ങൾ വേണം ഞങ്ങൾക്ക് തരാൻ. തന്നാൽ ഞങ്ങൾ ചെയ്യും എന്ന് നിങ്ങൾ തെളിയിച്ചു. അത് നിങ്ങൾ ചെയ്യിച്ചു. കാരണം അത്ര മനോഹരമായിട്ടുള്ള സ്ക്രിപ്റ്റ് വർക്കായിരുന്നു ഇതിൻ്റെ അകത്ത്. ഒരു കൈനോട്ടക്കാർ ഒരുപാട് നമ്മൾ കണ്ടെന്ന് നേരത്തെ പറഞ്ഞില്ല, പക്ഷേ അതിലൊന്നും പെട്ട ഒരു സാധനം ഇതിലില്ല എന്നുള്ളതാണ്. എല്ലാം ഫ്രഷാണ്, നല്ല രസമായിരുന്നു ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, 3 പേർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളി. നല്ല ഗംഭീര കമന്റ്സ് ആണ് നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസിന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഗംഭീര മാർക്സ് നമുക്ക് പ്രതീക്ഷിക്കാം. നസീർക്ക, ഞാനൊരു 20,000 രൂപ സന്തോഷത്തോടെ. 20,000. ഇനി അടുത്തായിട്ട് പ്രചോദേട്ടാ? ഞാൻ കുറയ്ക്കുന്നില്ല, ഞാൻ ഒരു 25,000. അമ്പോ, 47 രൂപയാണ് ഇപ്പോഴത്തെ ടോട്ടൽ. ഇനി നമുക്ക് ഫൈനൽ കാണാം. അസീസിക്ക, സ്കിറ്റിന്റെ ആദ്യം പറഞ്ഞില്ലേ തന്നോളൂ, കടമെടുത്തിട്ടായാലും തന്നോളൂ. അപ്പൊ എന്തായാലും എന്റെ അക്കൗണ്ടിലെ ഫുള്ള് ഞാൻ തന്നിരിക്കും. പിടിച്ചോ. നമ്മുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർ സിൽവർ പഞ്ച് അടിച്ചിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻ. സന്തോഷായില്ലേ? ദേവിക്കുട്ടി പറയൂ.
സന്തോഷം. ആദ്യം രാജേഷ് അങ്കിള്, ശശാങ്കൻ അങ്കിള്, സനൂപേട്ടൻ, ജോൺ അങ്കിള് ഇവരെല്ലാവരും നല്ല സ്കിറ്റൊക്കെ രാത്രിയൊക്കെ ആണെങ്കിൽ രാവിലെ ആണെങ്കിൽ നമ്മളെ വിളിച്ചുണർത്തി പ്രാക്ടീസ് ഒക്കെ ചെയ്യിപ്പിച്ചു. അർജുൻ അങ്കിളിന് ജഡ്ജസ് മാർക്കൊക്കെ തന്ന ജഡ്ജസിന് നന്നായിട്ട് ചിരിച്ചു തന്ന ഓഡിയൻസിന് കൊറേ നാളെ സില്ലർ അടിച്ചിട്ടില്ല. എന്ത് പറയണന്ന് ഇങ്ങോട്ട് കിട്ടുന്നില്ല. പഠിപ്പിച്ചോണ്ട് നമ്മള് നന്നായിട്ട് ഇനി നീ പാസ്. സത്യം പറഞ്ഞ ശരിക്കും സിൽവർ കിട്ടുമെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നമ്മൾ എല്ലാ സ്കിറ്റിലും കയറുന്നതിന് മുന്നേ സൈന്ധവേ ദേവി നമ്മള് തെറ്റിക്കാണ്ട് ചെയ്യാൻ മാക്സിമം നോക്കണം. അതാണ് ഞാൻ കുറച്ചു മുമ്പ് ജഡ്ജ്മെന്റിൽ പറഞ്ഞത്. ഇവിടുത്തെ സീനിയർ ആർട്ടിസ്റ്റുകൾ നിങ്ങൾ എടുത്തു വെച്ച് നോക്കും. ഞാൻ ഒരു തെറ്റ്, ഒരു ടൺ സ്ലിപ്പ് പോലും നിങ്ങളെ സ്കിറ്റിൽ ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ. അടിപൊളി. അപ്പൊ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് സിൽവർ പഞ്ച് നേടിയിരിക്കുകയാണ്. 75,000 രൂപ. അടിപൊളി. അപ്പൊ ഇനി വീണ്ടും നമുക്ക് കാണാം ഒരുപാട് നല്ല പഞ്ചുകളും കൗണ്ടേഴ്സും ഒക്കെ ആയിട്ട് കേട്ടോ. അപ്പൊ താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു ഗംഭീര എപ്പിസോഡ് ഗംഭീരമായിട്ട് നിങ്ങൾ എല്ലാവരും എൻജോയ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. എന്റെ പിങ്ക് ലേഡീസ്, നിങ്ങൾ എൻജോയ് ചെയ്തില്ലേ? ആസ്വദിച്ചെങ്കിൽ ചേച്ചിമാരെ ഒരു വലിയ കൈയ്യടി തരിക. ഓക്കെ, എന്റെ കാര്യക്കാർ എൻജോയ് ചെയ്തില്ലേ? ഓക്കെ, അപ്പം എന്തായാലും നമുക്ക് ഇനി വീണ്ടും കാണാം കേട്ടോ. താങ്ക് യു ഇന്ന് ജോയിൻ ചെയ്തതിൽ. അപ്പം എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ദിസ് ഇസ് മീനാക്ഷി സൈനിങ് ഓഫ് ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ. ഗുഡ് നൈറ്റ്.